ഹായ്, ഇന്നലെ അപ്പം നമ്മുടെ കുഞ്ഞി പെണ്ണിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്തൊരു പെട്ടെന്ന് സമയം പോണേന്നതാ. ഇവരുടെ വളർച്ച ഒന്ന് നോക്കിയിരുന്നാൽ മതി. ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സിമ്പിൾ വ്ളോഗ് തുടങ്ങുന്നത്. കാരണം ഐ എം സ്റ്റിൽ പ്രോസസ്സിങ് ദാറ്റ് ഷീസ് ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മയുടെ കോള് വന്നു. അന്ന പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വന്നേ, ഒരു കാര്യം പറയാനാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയുമ്പം നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരുമല്ലോ, ഇതായിരിക്കുമെന്ന്. പക്ഷെ തീരെ എക്സ്പെക്റ്റഡ് ന്യൂസ് അല്ലാത്തതുകൊണ്ട് അമ്മ പറയുന്ന സമയത്ത് ഞാൻ ശരിക്കും മിക്സ്ഡ് ഇമോഷനിലോട്ട് പോയി. കാര്യം എൻ്റെ വീട്ടിൽ ഞാൻ അവസാനത്തെ കുട്ടിയാണ്. കസിൻസായിട്ട് കുറേ പേര് ലാളിച്ചും സ്നേഹിച്ചും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കൂടപ്പിറപ്പിൻ്റെ ഒരു കുഞ്ഞു വാവ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഫീലിംഗ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഞാനിങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്. അതോടൊപ്പം ഇതുവരെ എന്നെ ചേച്ചിന്നൊക്കെ മാത്രമേ വിളിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പം പുതിയ ടൈറ്റിലും കൂടെ കിട്ടാൻ പോവാന്ന് അറിഞ്ഞപ്പം മാസങ്ങളും ദിവസങ്ങളും എണ്ണിയിരുന്നിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനകൾ, അതെല്ലാം ഇവൾക്കായി. ഇങ്ങനെ കാണാതെ തന്നെ ഒരാൾ ഇത്രയധികം ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. പിന്നെ 1 ഇയർ കഴിഞ്ഞു, അവൾ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അമ്മ പപ്പ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആൻറ്റി എന്നൊന്ന് വിളിക്കാനായിരുന്നു. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു, അമ്മായി വേണോ ആൻറ്റി വേണോ വിളിപ്പിക്കാനായിട്ട്. പിന്നെ വിചാരിച്ചു ഒരെണ്ണം പഠിപ്പിച്ചു കൊടുക്കാം, വലുതാവുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ എന്ന്. പക്ഷെ കാത്തിരുന്ന വിളി എന്നെ അവൾ കുറേ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അമ്മ പപ്പ അമ്മാമ്മ അപ്പാപ്പ പേപ്പ മേമ എന്നൊക്കെ വിളിക്കുമ്പോഴും എന്നെ മാത്രം അവൾ വിളിച്ചില്ല. ചെറിയൊരു വിഷമം വന്നെങ്കിലും മിനിഞ്ഞാന്ന് ആ വിളി എനിക്ക് കിട്ടി. കുറേ നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ വിളിക്ക് എന്തോ വേറെ ആരും വിളിക്കാത്ത ഒരു സ്വീറ്റ്നെസ് എനിക്ക് കിട്ടി. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും ആൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പം ഓർമ്മയിലല്ല, അവളുടെ കുഞ്ഞു കുഞ്ഞു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നെ അതിശയപ്പെടുത്തിയത്. ബർത്ത്ഡേ കേക്ക് വന്നപ്പോഴും ഗിഫ്റ്റ് കൊടുത്തപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തായാലും അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം. അങ്ങനെ അവൾ തന്നെ കേക്കിൽ നിന്ന് ഓരോ പീസ് ഇങ്ങനെ തോണ്ടി തോണ്ടി എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു. പിന്നെ നല്ല ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അമ്മാമ്മ അവൾക്ക് കഥയും പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഇതായിരുന്നു അവളുടെ കുഞ്ഞു ബർത്ത്ഡേ ആഘോഷം.